ഹായ്, ഒരു അതർ സ്റ്റേറ്റ് വണ്ടിക്ക് ഒരു ഓർഡർ ഉണ്ട്. അങ്ങനെ ഞാൻ ഡൽഹി പോകുന്നില്ല. 2 പ്രാവശ്യം ട്രെയിനിന് ടിക്കറ്റ് എടുത്ത് 2 വെയിറ്റിംഗ് ലിസ്റ്റിൽ നിന്നിട്ട് ക്യാൻസലായി. അങ്ങനെ ഞാൻ പ്ലെയിനിന് ടിക്കറ്റ് എടുത്തിട്ടുണ്ട്. കാരണം എന്തെങ്കിലും എനിക്ക് പാർട്ടിക്ക് അർജൻറ്റ് ഉണ്ട്. വണ്ടി ഒരു 2 ആഴ്ചൻ്റെ ഉള്ളിൽ വണ്ടി വേണമെന്ന് പറഞ്ഞു. അപ്പോൾ പോയിട്ട് സെർച്ച് ആക്കാൻ ഒരു 1-2 ആഴ്ച വണ്ടി വരുന്നത്, നല്ല വണ്ടി നോക്കാൻ വേണ്ടിയിട്ട്, നോക്കിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഇന്ന് പോകുന്നുള്ളത്. അപ്പോൾ ഒരു 1-2 ആഴ്ച ആടെ ഉണ്ടാവും, UP ഡൽഹി അങ്ങനെ ഉണ്ടാവും. കാരണം എന്തെങ്കിലും വണ്ടി നല്ല നോക്കിയിട്ട് ക്ലിയറെല്ലാം വണ്ടീൻ്റെ ബാക്കി കാര്യങ്ങളെല്ലാം ചെക്കാക്കിയിട്ട് വണ്ടിനെ പറ്റിയെല്ലാം അന്വേഷിച്ചിട്ട് എല്ലാം ക്ലിയർ പേപ്പർ കാര്യങ്ങളെല്ലാം ക്ലിയർ ആക്കിയിട്ടേ വണ്ടി കൊണ്ടുവരുന്നത്. അപ്പോൾ അതുകൊണ്ട് കുറച്ച് ടൈം എടുക്കും. അപ്പോൾ അത്ര ദിവസം ഞാൻ ആടെ ഉണ്ടാവും. അപ്പോൾ ആരെങ്കിലും വണ്ടി നോക്കുന്നുണ്ടെങ്കിൽ, അതർ സ്റ്റേറ്റ് വണ്ടി ഡൽഹി UP വണ്ടി നോക്കുന്നുണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ആയിക്കോ. കോൺടാക്ട് നമ്പർ ഞാൻ കൊടുക്കുന്നുണ്ട്. ഞാൻ അതർ സ്റ്റേറ്റ് വണ്ടി എടുക്കാതെ കുറേ ആയി. അങ്ങനെ പോയിട്ട് ഇപ്പോൾ നല്ല വണ്ടി കിട്ടിയെങ്കിൽ 2-3 വണ്ടി കൊണ്ടുവരണമെന്നുണ്ട്. നോക്കിയിട്ടാണോ. അപ്പോൾ പാർട്ടിക്ക് ഒരു വണ്ടി വേണം, അങ്ങനെ അർജൻറ്റ് പോകുന്നത്. അതിൻ്റെ ഇടയിൽ നല്ല വണ്ടി കിട്ടിയെങ്കിൽ ഞങ്ങൾ കൊണ്ടുവരും. അപ്പോൾ നിങ്ങൾക്ക് ആ വണ്ടി വേണമെങ്കിൽ പറഞ്ഞാൽ മതി. പിന്നെ അടുത്ത വണ്ടിൻ്റെ ഡീറ്റെയിൽസ് ഫോട്ടോസ് എല്ലാം ഞാൻ വീഡിയോ ആക്കിയിട്ട് ഇടും. അപ്പോൾ നിങ്ങൾ വീഡിയോ കാണാൻ വേണ്ടിയിട്ട് എൻ്റെ പേജ് ഫോളോ ചെയ്ത് വെച്ചോ. നമ്മൾ ഡൽഹിയിൽ പോകുമ്പോൾ നമുക്ക് അർജൻറ്റ് പെട്ടെന്ന് അവിടെ എത്തണം ഉണ്ടെങ്കിൽ പ്ലെയിനിൽ പോകുന്നതാണ് സുഖം. കാരണം എന്തെങ്കിലും ഒരു 4 മണിക്കൂറിനുള്ളിൽ അവിടെ എത്തും. പക്ഷേ എൻ്റെ ഒരു അനുഭവത്തിൽ ഞാൻ കൂടുതൽ ട്രെയിനിൽ തന്നെ പോക്ക്. ട്രെയിനിലെങ്കിൽ ഒരു 1.5 ദിവസം പിടിക്കുന്നത് അവിടെ എത്തണമെങ്കിൽ. പക്ഷേ നമുക്ക് ആ ഒരു ഗ്യാപ്പ് കിട്ടുന്നത്. കാരണം എന്തെങ്കിലും നമുക്ക് കോൺടാക്ട് ആക്കാൻ, അടുത്ത ഇതാക്കാൻ, പിന്നെ ഒന്ന് റെസ്റ്റ് എടുക്കാൻ വേണ്ടിയിട്ടുള്ളൊരു എൻ്റെ ഒരു അനുഭവത്തിൽ പറഞ്ഞാൽ എനിക്ക് കൂടുതൽ ഞാൻ ട്രെയിനിൽ തന്നെ പോക്ക്, കൂടുതൽ ട്രെയിനിൽ തന്നെ പോകാൻ ഇഷ്ടം. പക്ഷേ ഇത് പാർട്ടിക്ക് അർജൻറ്റ് ഉള്ളതുകൊണ്ട് മാത്രം പ്ലെയിൻ ടിക്കറ്റ് എടുത്തിട്ട് പോകുന്നത്. അപ്പോൾ അവിടെ പോയിട്ട് കുറേ ആഡിലേക്ക് കയറാറുണ്ട് വണ്ടിൻ്റെ, യൂസ്ഡ് കാറിൻ്റെ. പിന്നെ പാർട്ടിൻ്റെ വണ്ടി സെർച്ച് ആക്കാണ്ട് എല്ലാ വണ്ടി നോക്കാണ്ട് പോയിട്ട്. അപ്പോൾ അതിൻ്റെ എല്ലാം വീഡിയോ ആക്കി ഞാനിടും. വീഡിയോ കാണാൻ വേണ്ടിയിട്ട് എല്ലാവരും എൻ്റെ പേജ് ഫോളോ ചെയ്ത് വെച്ചോ. പിന്നെ അതുപോലെ അവിടെ നിന്ന് വണ്ടി കൊണ്ടുവരുന്ന എക്സ്പെൻസ് ഞങ്ങൾ റോഡ് മാർഗ്ഗമാണ് കൊണ്ടുവരൽ. ഒന്നിൽ കൂടുതൽ വണ്ടിയാണെങ്കിൽ ട്രക്കിലിടും, അല്ലെങ്കിൽ റോഡ് മാർഗ്ഗമാണ് വണ്ടി കൊണ്ടുവരൽ. റോഡ് മാർഗ്ഗം കൊണ്ടുവരുമ്പോൾ കൊണ്ടുവന്നില്ലെങ്കിൽ ഡയറക്റ്റ് നാട്ടിലേക്ക് തന്നെ കൊണ്ടുവരാൻ പറ്റുന്നത്. ഇല്ലെങ്കിൽ ട്രക്കിലെങ്കിൽ ബാംഗ്ലൂരാണ് എത്തുന്നത്. അവിടെ പോയിട്ട് വണ്ടി വീണ്ടും എടുക്കേണ്ടി വരുന്നത്. അപ്പോൾ അതിൻ്റെ എല്ലാം ഫുള്ള് ഡീറ്റെയിൽസ് ആയിട്ട് ഇടാം. ഞാൻ കൊണ്ടുവരുമ്പോഴുള്ള എക്സ്പെൻസ് ബാക്കി കാര്യങ്ങളെല്ലാം ഡീറ്റെയിൽസ് ആയിട്ട് ഇടാം. അപ്പോൾ വീഡിയോ എല്ലാവരും കാണാൻ വേണ്ടിയിട്ട് പേജ് ഫോളോ ചെയ്ത് വെച്ചോ.